മക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ LCFും HCFും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് LCM HCF എന്നൊക്കെ. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഡൗട്ട് വരും. വലിയ നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് കുറേ ആൾക്കാരോട് ചോദിക്കുന്നതാണ്. സോ അതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നമ്മൾ LCM HCF ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക, എന്താണ് അതിൻ്റെ ഒരു ലോജിക് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ എന്താണ് LCM HCF നോക്കിയാലോ. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് LCM. യെസ്, ആ പേരിലുള്ളത് പോലെ തന്നെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ഞാൻ എടുത്തു. ആ രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ഞാൻ ഇങ്ങനെ എഴുതി നോക്കി. എന്നിട്ട് ആദ്യം ആരാണ് കോമൺ ആയിട്ട് വരുന്നത്, അല്ലെ സ്മോളസ്റ്റ് ആയിട്ട് ആരാണ് കോമൺ ആയി വരുന്നത്, അതിനാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF? ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ടു ഓർ മോർ നമ്പേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും ഉള്ള അല്ലെ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഏതാണെന്നുള്ളതാണ്. നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുത്തു, അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. അത് എഴുതിയിട്ട് അതിൽ ഏതാണ് ബിഗ്ഗർ, രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന ബിഗ്ഗർ ഏതാണ് എന്നുള്ളതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. യെസ്, GCD എന്നും പറയും. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറും HCFും ഹയസ്റ്റ് കോമൺ ഫാക്ടറും രണ്ടും അത് സെയിം തന്നെയാണ്, ഡിഫറെന്റ് പേരുകളാണെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. കുറേ മെത്തേഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഒരു 3 മെത്തേഡ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള 3 മെത്തേഡുകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതാണ് ലിസ്റ്റിംഗ് മെത്തേഡ്. ഇതാണ് ബെസ്റ്റ് ഫോർ സ്മോൾ നമ്പേഴ്സ്. ചെറിയ നമ്പറുകളാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താണ് ഈ ലിസ്റ്റിംഗ് മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് നമ്പേഴ്സ്, ഞാൻ 12 എന്ന് പറയുന്ന നമ്പറും 18 എന്ന് പറഞ്ഞ നമ്പറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടറും LCM ഒക്കെ കാണാൻ പോവാണ്. ഓക്കെ, യെസ്. അപ്പം ഫാക്ടേഴ്സ് ഓഫ് 12, അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ഫാക്ടേഴ്സ് ഓഫ് 12 എടുത്തു ഞാൻ. ഫാക്ടേഴ്സ് ഓഫ് 12 1 2 3 4 6 12 ആണ് നിങ്ങൾക്ക് അറിയാം. സിമിലർ ആയിട്ട് ഫാക്ടേഴ്സ് ഓഫ് 18ഉം ഞാൻ എഴുതി. ഇനി ഇതിലെ കോമൺ ഫാക്ടറുകൾ ആരൊക്കെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. കോമൺ ഫാക്ടറുകൾ ആരൊക്കെയാണ്? യെസ്, 2 3 ഓക്കെ, 6 കോമൺ ആണ്. ഓക്കെ, സോ 1 2 3 and 6 അല്ലെ, 1 2 3ഉം 6ഉം ആണ് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്. ഇനി ഇതിൽ ഹയസ്റ്റ് വൺ ഏതാണ്? യെസ്, 6 ആണ്. ഹയസ്റ്റ് വൺ 6 ആണ്. ഓക്കെ, സോ ദി HCF ഓഫ് 12 and 18 is 6. സിമ്പിൾ ആണല്ലോ. നമ്മൾ ഫാക്ടേഴ്സ് എഴുതി, ആ ഫാക്ടറിൽ നമ്മൾ കോമൺ ആയിട്ടുള്ളതിന് എടുത്ത് എഴുതി, എന്നിട്ട് അതിൽ ഹയസ്റ്റ് വൺ ആയിരിക്കും എന്ത്, നമ്മുടെ HCF എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ LCM എങ്ങനെയാണ് കാണേണ്ടത്? യെസ്, ലിസ്റ്റ് ഓൾ ഫാക്ടേഴ്സ് അല്ല കേട്ടോ, ഫാക്ടേഴ്സ് അല്ല മൾട്ടിപ്പിൾസ് ആണ്. ഫാക്ടേഴ്സ് അല്ല മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 12 എഴുതി. 12 24 36 48 60 72 ഇങ്ങനെയാണ് 12ന്റെ മൾട്ടിപ്പിൾസ്. സിമിലർ ആയിട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 18, മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുന്നല്ലേ, 1 into 18 2 into 18 അങ്ങനെയുള്ള അത് എഴുതി. 18 36 54 72 90 ഇങ്ങനെയാണ്. എന്നിട്ട് എന്താണ് വേണ്ടത്? ഫൈൻഡ് ദ കോമൺ മൾട്ടിപ്പിൾസ്. ഇതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആരാണ്? 12 20 36 വന്നിട്ടുണ്ട് കോമൺ ആയിട്ട്, 36. അത് കഴിഞ്ഞ് എന്താണ് വന്നിട്ടുള്ളത്? 48 54 60 72 അല്ലെ, 72ഉം കോമൺ ആയിട്ട് വന്നു. ഇനിയും കുറെ നമ്പറുകൾ വരാം, പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ലീസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ എല്ലാം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ലീസ്റ്റ് ആണ് വേണ്ടത്. സോ നമുക്ക് ലീസ്റ്റ് കിട്ടിയല്ലോ, 36 ആണ് ലീസ്റ്റ്. സോ ലീസ്റ്റ് 1 36 ആണ്. സോ LCM ഓഫ് 12 and 18 36 ആയിരിക്കും. സിമ്പിൾ ആണല്ലോ. സോ ഇങ്ങനെയാണ് ലിസ്റ്റിംഗ് മെത്തേഡ് വഴി നിങ്ങൾ LCMും HCFും കാണുന്നത്. HCF കാണാൻ ഫാക്ടേഴ്സ് എഴുതുക, അതിലെ ബിഗ്ഗസ്റ്റ് വണ്ണിന് എടുത്ത് എഴുതുക, അതായിരിക്കും HCF. LCM എഴുതുമ്പോൾ നിങ്ങൾ കോമൺ മൾട്ടിപ്പിൾസ് എഴുതുക, രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് എഴുതുക, അതിലുള്ള കോമൺ മൾട്ടിപ്പിൾസ് നോക്കുക, അതിലെ ഏറ്റവും ചെറുതിനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. സിമ്പിൾ ആണ്. ഇതാണ് നിങ്ങൾക്ക് സ്മോളർ നമ്പറിന് ഇതാണ് ബെറ്റർ, കാരണം സ്മോളർ നമ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ചെയ്യാൻ പെട്ടെന്ന് അറിയാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾസ് എടുക്കാനും ഈസിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതായത് ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ അതിന് LCMും HCFും കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അറിയോ എങ്ങനെയാ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാന്നുള്ളത്? ഞാനൊന്ന് കാണിച്ചു തരാം. 12ൻ്റെത് എങ്ങനെയാ കാണിക്കാൻ നോക്കാം. അത് നമ്മൾ പ്രൈം നമ്പറുകൾ, പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ നമ്മൾ അതിന്റെ പ്രൈം ഫാക്ടറുകളാക്കി എഴുതാന്നുള്ളതാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. 2 വെച്ച് എനിക്ക് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. 2 വെച്ച് എനിക്ക് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും 6നെ എനിക്ക് ആ ഫസ്റ്റത്തെ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. യെസ്, എനിക്ക് 3 എന്ന് തന്നു. ഓക്കെ, ഇനി 3നെ എനിക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഫസ്റ്റത്തെ പ്രൈം നമ്പർ ആയിട്ടുള്ള? ഇല്ല, പറ്റില്ല. സോ ഞാൻ അടുത്ത പ്രൈം നമ്പർ നോക്കും. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? യെസ്, 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കി 1 വന്നു. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 12 is equal to ഈ 3 നമ്പറുകൾ അല്ലെ, 3 നമ്പറുകൾ 2 into 2 into 3 ആണ് 12 എന്ന് പറയുന്നത്. നോക്കിക്കേ, 4 into 3 യെസ് 12. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്? 12ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഓക്കെ, അതുപോലെ 18 നമുക്ക് കാണാം. എങ്ങനെ കാണേണ്ടത്? യെസ്, ഫസ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള 2 വെച്ച് ഞാൻ നോക്കി. യെസ്, 2 വെച്ച് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് എനിക്ക് എത്ര കിട്ടും? 9 എന്ന് വന്നു. 9നെ എനിക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ അടുത്ത പ്രൈം നമ്പർ നോക്കുക, 3 വെച്ച് പറ്റും. 3 വെച്ച് ഞാൻ എടുത്തു. അപ്പൊ എനിക്ക് വീണ്ടും 3 എന്ന് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണ് ആദ്യം നോക്കേണ്ടത്. 2 വെച്ച് പറ്റുമോ? ഇല്ല. അടുത്ത പ്രൈം നമ്പർ ആയി 3 നോക്കുക. യെസ്, 3 വെച്ച് പറ്റും. സോ ഞാൻ 3 വീണ്ടും എഴുതി. 1 എന്ന് വന്നു. 1 എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. സോ എന്താണ്, എങ്ങനെയാണ് 18 എഴുതാൻ പറ്റുക? യെസ്, ഈ സൈഡിലുള്ള നമ്പേഴ്സിനെയാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. 18 is equal to 2 into 3 into 3. കറക്റ്റ് അല്ലേ? 3 into 3 9 ആണ്. 9 into 2 18 ആണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഏത് ബിഗ് നമ്പേഴ്സിനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി 2ഉം 3ഉം വെച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രൈം നമ്പർ നോക്കുക. അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 3 കഴിഞ്ഞാൽ യെസ് 5 ആണ്. 5 വെച്ച് പറ്റുമോ? ഇനി പറ്റില്ലെങ്കിൽ അടുത്ത പ്രൈം നമ്പറിലേക്ക് പോവുക. അങ്ങനെയാണ് നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. സോ അതല്ല നമ്മുടെ കാര്യം. നമുക്ക് LCM HCF ആണ് കാണേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു? രണ്ട് നമ്പേഴ്സിന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി. 12 എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. 18 എനിക്ക് ഇതുപോലെ എഴുതാൻ പറ്റി. ഇനി HCF എങ്ങനെയാ കാണുന്നത് നമുക്ക് നോക്കാം. HCF എങ്ങനെയാ കാണുന്നത് ഇവിടെ എഴുതാം. 12 എന്ന് പറയുന്നത് 2 into 2 into 3 ആണ്. ഓക്കെ, 18 എന്ന് പറയുന്നത് 2 into 3 into 3 ആണ് അല്ലേ? ഓക്കെ, ഇനി HCF കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ടിലും ഉള്ള നമ്പേഴ്സിനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നിങ്ങൾ HCFന് വേണ്ടി എടുക്കേണ്ടത്. സോ എന്താണ് HCF എങ്ങനെയാ കാണാ? HCF കാണാൻ വേണ്ടി രണ്ടിലും കോമൺ ആയിട്ടുള്ള 2 ഉണ്ട്. 2 രണ്ടിലും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 രണ്ടിലും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ 2ന് എഴുതി. 2 പ്രാവശ്യം എനിക്ക് 2ന് എഴുതാൻ പറ്റില്ല. കാരണം 12ൽ 2 times 2 വന്നിട്ടുണ്ട്. പക്ഷെ 18ൽ 1 ടൈമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 1 ടൈമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സിമിലർ ആയിട്ട് 3 നോക്കുക. 3 ഇവിടെ ഒരു ടൈം വന്നിട്ടുണ്ട്. ഇവിടെ 2 times വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു ടൈമേ എഴുതാൻ പറ്റുള്ളൂ. രണ്ടിലും കോമൺ ആയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. സോ 3 എഴുതി. 2 into 3 6 എന്ന് വന്നു. ഓക്കെ, LCM കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാക്ടേഴ്സ് നോക്കാം. 2ഉം 3ഉം മാത്രം നമുക്ക് പ്രൈം നമ്പറുകളായിട്ട് രണ്ട് നമ്പറിലും 2ഉം 3 ആണ് ഉള്ളത്. 2 മാക്സിമം ടൈം എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത്? 2 times ആണ് വന്നിട്ടുള്ളത്. രണ്ട് നമ്പർ നോക്കാം. 2 വന്നിട്ടുണ്ട്, പ്രൈം നമ്പർ ആയിട്ട് 2 വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ 12ൽ നോക്കുമ്പോൾ 2 times വന്നിട്ടുണ്ട്. 18ൽ 2 1 ടൈമേ വന്നിട്ടുള്ളൂ. സോ മാക്സിമം നമ്പർ ഏതാണ്? 2 ടൈം വന്നിട്ടുണ്ട്. സോ ആ 2 times എഴുതാം. 2 into 2 എന്ന് എഴുതാം. ഇനി ഇതുപോലെ തന്നെ 3 നോക്കുക. 3 ഇവിടെ 1 ടൈം ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ 18ൽ 2 times വന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം എത്രയാണ്? 3 2 times വന്നിട്ടുള്ളത്. ഒരു നമ്പറിൽ 3 2 times വന്നിട്ടുണ്ട്. സോ അതിനടുത്ത് എഴുതാം. അതായത് 3 into 3 എന്ന് വരും. ഓക്കെ, സോ എന്ത് വന്നു? 4 into 3 36 എന്ന ആൻസർ വന്നു. ഓക്കെ, 36 എന്ന ആൻസർ വന്നു. അത് നമുക്ക് കറക്റ്റ് ആണോ നോക്കിയാലോ? നമ്മുടെ പ്രീവിയസ് ചെയ്തത് വെച്ച്. യെസ്, കണ്ടോ? HCF നമുക്ക് 6 എന്ന് വന്നു. LCM നമുക്ക് 36 വന്നു. അതുപോലെ തന്നെ എവിടെയും വന്നത്. യെസ്, നമ്മൾ എന്താണ് ചെയ്തത്? HCFന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് രണ്ടിലും ഒരുപോലെ വരുന്ന നമ്പേഴ്സിന് എടുത്ത് എഴുതി. LCM കാണാൻ വേണ്ടിയിട്ട് രണ്ട് പ്രൈം നമ്പറുകൾ നമ്മൾ നോക്കുക. അതില് കൂടുതൽ ടൈം ഏത് നമ്പറിലാണ് വന്നത് ആ ഒരു ഇതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഇപ്പൊ 12ൽ 2 2 times വന്നിട്ടുണ്ട്. 18ൽ 2 1 ടൈമേ വന്നിട്ടുള്ളൂ. സോ 12ൽ 2 times വന്നതുകൊണ്ട് ആ 2 times ഉള്ള 2ന് എടുത്ത് എഴുതി. അങ്ങനെയാണ് എഴുതേണ്ടത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടും ഇതിന്റെ ട്രീ മെത്തേഡ് എന്നും പറയും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? LCMഉം HCFഉം കണ്ടുപിടിക്കാം. ഓക്കെ, സോ ബിഗ് നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ ഇതാണ് ഈസി അല്ലേ? പ്രൈം ഫാക്ടർ. കാരണം മറ്റേ നമ്മൾ ഫുൾ ഫാക്ടേഴ്സ് എഴുതി പോവാ, അതുപോലെ തന്നെ ഫുൾ മൾട്ടിപ്പിൾസ് എഴുതി പോകാൻ കുറച്ച് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഇത് നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് തന്നെ രണ്ടും കണ്ടെത്താൻ പറ്റി അല്ലെ? രണ്ടും കണ്ടെത്താൻ പറ്റി. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതാണ് കോമൺ ഡിവിഷൻ മെത്തേഡ്. കോമൺ ഡിവിഷൻ മെത്തേഡാണ് ഫാസ്റ്റസ്റ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ്. പക്ഷേ രണ്ട് നമ്പേഴ്സിനെ ഒരുമിച്ച് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് പോകുന്ന രീതിയാണ് ഈ ഒരു കോമൺ ഡിവിഷൻ മെത്തേഡ്. രണ്ട് നമ്പേഴ്സിനെയും ഒരുമിച്ച് ചെയ്യും. അങ്ങനെ രണ്ട് നമ്പേഴ്സിനെ ഒരുമിച്ച് നമ്മൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റത്തെ പ്രൈം നമ്പർ 2 ആണ്. സോ 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യും. 12ഉം 18ഉം 2 വെച്ച് ഡിവിസിബിൾ ആണ്. സോ 6ഉം 9ഉം വന്നു. ഓക്കെ, വീണ്ടും ഞാൻ നോക്കുക 2 വെച്ച് ഡിവിസിബിൾ ആണോ? യെസ്, 6 2 വെച്ച് ഡിവിസിബിൾ ആണ്. പക്ഷെ 9 2 വെച്ച് ഡിവിസിബിൾ അല്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ആ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ 3നെ എടുത്ത് എഴുതി. ആ 9നെ ഞാൻ ജസ്റ്റ് അങ്ങനെ തന്നെ എടുത്ത് പ്ലേസ് ചെയ്യാം. 9നെ ഞാൻ ജസ്റ്റ് അങ്ങനെ തന്നെ എടുത്ത് പ്ലേസ് ചെയ്തു. ഒന്നും ചെയ്തില്ല. ഓക്കെ, വീണ്ടും ഞാൻ നോക്കാം. ഇനി 2 വെച്ച് പറ്റുമോ? ഇല്ല, 2 വെച്ച് ഇനി പറ്റില്ല അല്ലെ? ഇനി അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 3 ആണ്. യെസ്, 3 വെച്ച് നമുക്ക് പറ്റും. സോ വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 വെച്ചിട്ട് എനിക്ക് രണ്ട് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റി. സോ ഞാൻ അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാണ്. അതായത് ഈ ഒരു ഒരേ നമ്പർ വെച്ച് 2 വെച്ചിട്ട് എനിക്ക് ഉള്ളിലുള്ള രണ്ട് നമ്പേഴ്സിനെയും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ 2നെ സർക്കിൾ ചെയ്ത് വെച്ചു. പക്ഷേ ഈ രണ്ടാമത് എഴുതിയ 2 ഞാൻ സർക്കിൾ ചെയ്യുന്നില്ല. കാരണം ഒരൊറ്റ നമ്പറിനെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സർക്കിൾ ചെയ്യുന്നില്ല. ഇനി മൂന്നാമത് നമ്മൾ എത്തിയപ്പോൾ 3ഉം 9ഉം 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 വെച്ച് നമുക്ക് പറ്റും. സോ ഞാൻ 3 വെച്ച് ചെയ്യാണ്. രണ്ട് നമ്പേഴ്സ് എനിക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ. 1ഉം വന്നു 3ഉം വന്നു അല്ലേ?
3 ഡിവൈഡഡ് ബൈ 3 1, 9 ഡിവൈഡഡ് ബൈ 3 3യും വന്നു. സോ രണ്ട് നമ്പേഴ്സിനെയും എനിക്ക് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഈ 3നെയും ഞാൻ സർക്കിൾ ചെയ്ത് വെച്ചു. ഇനി വീണ്ടും നമുക്ക് 1 എല്ലാ നമ്പറും ലാസ്റ്റ് 1 ആണോ, അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പൊ 1 1 ആയി. ഇനി വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാലോ? 2 വെച്ച് പറ്റില്ല, 3 വെച്ച് പറ്റും. സോ വീണ്ടും ഞാൻ 3 വെച്ച് ചെയ്യാണ്. ഈ 1 ഞാൻ അങ്ങനെ തന്നെ എടുത്ത് പ്ലേസ് ചെയ്തു. 3നെ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് വന്നു. സോ നമ്മൾ എൻഡ് ചെയ്തു. ഓക്കെ, സോ ഈ 3നെ ഞാൻ റൗണ്ട് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഈ 3നെയും റൗണ്ട് ചെയ്യാത്ത കാരണം എന്താണ്? യെസ്, ഞാൻ ഒറ്റ നമ്പറിനെ മാത്രമേ എനിക്ക് അത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലെ. ഒരൊറ്റ നമ്പറിനെ മാത്രം 3നെ മാത്രമേ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോമൺ ഡിവിഷൻ മെത്തേഡ് വഴി ചെയ്തത്. ഇനി ഇതിൽ എങ്ങനെയാണ് എൽസിഎമ്മും HCFും കാണാൻ നമുക്ക് നോക്കാം. HCF എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സിന്റെയും HCF എന്ന് പറയുന്നത്, ഞാൻ ഈ സർക്കിൾ ചെയ്ത നമ്പേഴ്സ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 3 which is equal to 6 എന്ന് വരും. ഓക്കെ, LCM കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ എഴുതിയ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു സൈഡിൽ ഉപയോഗിച്ച എല്ലാ നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 into 2 into 3 into 3 എന്ന് ചെയ്യാം, which is equal to 4 into 9 36 എന്ന് വന്നു. സെയിം തന്നെയല്ല നമുക്ക് നേരത്തെ നമ്മൾ രണ്ട് മെത്തേഡിൽ കണ്ടപ്പോൾ. സോ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് വന്നത്. HCFൽ നമ്മൾ ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക HCFന് വേണ്ടിയിട്ട്. LCMന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലത്തെ എല്ലാ നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിഗ്ഗർ നമ്പറിലേക്ക് നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാ വരുന്നത് നോക്കാം. യെസ്, ആദ്യം ഞാൻ 2 വെച്ചാണ് ചെയ്യേണ്ടത്. സോ 2 വെച്ച് ഞാൻ ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. 96നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 45 48 എന്ന് വരും അല്ലെ. 48 എന്ന് വരും. 54ന് ചെയ്യുമ്പോൾ എന്താ വരിക? 27 എന്ന് വരും. ചെയ്ത് നോക്കാം. ഓക്കെ, 2 വെച്ച് 96 90 45 ആയി. പിന്നെ ഒരു 6ഉം കൂടി ബാക്കിയുണ്ട്, അത് 3 ആവും. സോ 48 ആയി. അതുപോലെ 54 എങ്ങനെ കാണാം? 50 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 25 ആണ്. 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 ആണ്. സോ 27. അങ്ങനെ ചിന്തിക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എന്താ നോക്കുക? ഓക്കെ, വീണ്ടും ഞാൻ 2 നോക്കാണ്. 2 വെച്ച് പറ്റുമോ? 48 എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 27 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ചെയ്യും അല്ലെ. നമ്മൾ ജസ്റ്റ് നേരത്തെ കാണുന്നത് പോലെ നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി വെക്കും. ഓക്കെ, സോ ഞാൻ ആദ്യം ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെ റൗണ്ട് ചെയ്യണം അല്ലെ. ഇതിനെ റൗണ്ട് ചെയ്യണം. കാരണം എന്താ? രണ്ട് നമ്പേഴ്സിനും എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 2 നോക്കുക. 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. 48 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 24 എന്ന് വരും അല്ലെ. 24 എന്ന് വരും. ഈ 27 ഞാൻ ഇങ്ങനെ തന്നെ എടുത്തെഴുതി. സോ എനിക്കിതിനെ സർക്കിൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ ഒരൊറ്റ നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ, ആ നമ്പർ യൂസ് ചെയ്തിട്ട്. വീണ്ടും 2 വെച്ച് എനിക്ക് ഡിവൈഡ് ചെയ്യാലോ? യെസ്, 24 എനിക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 27 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, നമ്മൾ വീണ്ടും താഴേക്ക് എഴുതി പോകും. സോ നമുക്ക് 12 എന്ന് വന്നു. വീണ്ടും 27 ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് പ്ലേസ് ചെയ്തു. അപ്പൊ എനിക്ക് ഇതും സർക്കിൾ ചെയ്യാൻ പറ്റില്ല. വീണ്ടും 2 വെച്ച് എനിക്ക് പറ്റുമല്ലോ 12നെ. യെസ്, 12നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 6 എന്ന് വന്നു. വീണ്ടും 27 ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തു. വീണ്ടും 6നെ എനിക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാലോ? വീണ്ടും 2 എഴുതി. യെസ്, 3 27 3 and 27. ഇനി എനിക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3ലും പോവില്ല, 27ലും പോവില്ല. സോ നമ്മൾ നെക്സ്റ്റ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ നോക്കുക. അത് 3 ആണ്. 3 എന്താണ്? രണ്ടിലും പോകുന്നത് കൊണ്ട് നമ്മൾ 3നെ സർക്കിൾ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് വരും? 1 വരും. 27 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 9 എന്ന് വന്നു. ഓക്കെ, വീണ്ടും ഇനി നമ്മൾ 2 വെച്ച് നോക്കുക. 2 വെച്ച് പറ്റില്ല. 3 വെച്ച് പറ്റുമോ? യെസ്, 3 വെച്ചിട്ട് പറ്റും. സോ ഞാൻ 3 വെച്ച് ചെയ്യാണ്. ഈ 1നെ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുക. 9 ഡിവൈഡഡ് ബൈ 3 വീണ്ടും 3 എന്ന് വരും. ഓക്കെ, കഴിഞ്ഞോ? സ്റ്റോപ്പ് ചെയ്യാനായോ? ഇല്ല, ഇനിയും ഉണ്ട് അല്ലേ 3. നമ്മൾ എല്ലാ നമ്പേഴ്സും 1 ആക്കണം. ഓക്കെ, സോ വീണ്ടും ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 1,1 എന്ന് വന്നു. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇനിയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? LCM കാണാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? LCM കാണാൻ വേണ്ടിയിട്ട് ഈ എല്ലാ നമ്പേഴ്സിനും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. 2 എത്ര ടൈം വന്നു? 1 2 3 4 5. 2 to the power 5 മൾട്ടിപ്ലൈഡ് ബൈ 3 എത്ര പ്രാവശ്യം വന്നു? 1 2 and 3 into 3 ക്യൂബ് എന്ന് വന്നു. ഓക്കെ, 3 ക്യൂബ് എന്ന് വന്നു. ഇതായിരിക്കും നിങ്ങളുടെ LCM. ഓക്കെ, അതുപോലെ HCF എന്താണ്? HCF യെസ്, സർക്കിൾ ചെയ്ത നമ്പേഴ്സിലെ രണ്ട് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് അതിൽ നമ്മൾ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ സർക്കിൾ ചെയ്ത നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 which is equal to 6 എന്ന് വരും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 864 എന്ന് വരും. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇങ്ങനെ കാണലല്ല, നമുക്ക് എങ്ങനെയാണിത് LCM HCF കാണാന്നുള്ളതാണ്. സോ അതൊക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഇങ്ങനെയാണ് LCM HCF. പെട്ടെന്ന് ബിഗ് നമ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ രണ്ട് നമ്പേഴ്സിനെയും ഒരുമിച്ച് ഒരൊറ്റ കോമൺ ഡിവിഷൻ മെത്തേഡ് വഴി നമ്മൾ പെട്ടെന്ന് തന്നെ കാണാൻ ശ്രമിക്കുകയാണ് ഈ ഒരു കോമൺ ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ ഈ ഒരു സംഭവം ഞാൻ ചെയ്തില്ല, ഞാൻ കുറെ നമ്പേഴ്സിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് വന്നു. സോ ഇവിടെ ഈ ഒരു LCM കാണാനാണെങ്കിൽ ഓക്കെ, ഞാൻ ഇത്രയും നമ്പേഴ്സിനെ എനിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇല്ല ഈ നമ്പേഴ്സിനെ മൊത്തം എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ എന്നോട് സപ്പോസ് ക്വസ്റ്റ്യനിൽ HCF മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എന്നോട് HCF കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ വെറുതെ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
ഉണ്ടോ? ഇല്ല. എന്നോട് LCM ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചത് HCF എന്താണ്, ഈ രണ്ട് നമ്പേഴ്സ് എന്നിട്ട് ഇതിന്റെ HCF എന്താണെന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് കോമൺ നമ്പേഴ്സിനെയും കിട്ടുന്നുള്ളൂ അല്ലെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കോമൺ നമ്പേഴ്സിനെയും കിട്ടുന്നുള്ളൂ. സോ അതിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി നമുക്ക് ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സാധാരണ സ്റ്റെപ്പ് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. യെസ്, 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് എന്തൊക്കെയായിരുന്നു കിട്ടിയത്? 48 എന്നും കിട്ടി, ഇത് 27 എന്നും കിട്ടി. ഇനി വീണ്ടും നമ്മളിത് സർക്കിൾ ചെയ്ത് വെച്ചു കേട്ടോ. രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. ഇനി 48ഉം 27ഉം രണ്ടിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 48ന് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 27ന് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അടുത്ത നമ്പർ നോക്കാം. രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ അടുത്ത നമ്പർ നോക്കാം. 3 നോക്കാം. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, സോ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. എന്താ വരാ? 48 ഡിവൈഡഡ് ബൈ 3. 48 ഡിവൈഡഡ് ബൈ 3. സോ 4ൽ 1 ടൈം ആണ് 3 പോകുന്നത്. സോ റിമൈനിങ് 1 ഈ ഒരു 8ന് താഴെ കിട്ടു. 18 6 ടൈംസ് ആണ് പോകുന്നത്. സോ വി ഗെറ്റ് 16 അല്ലേ? യെസ്, അപ്പം 16 ആണ് ഇത് വരുന്നത്. ഓക്കെ, 27നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 9 ആണ് വരുന്നത്. ഓക്കെ, ഇനി വീണ്ടും നോക്കാം. സോ ഇതും രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. രണ്ട് നമ്പേഴ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്തു. ഇനി 16നെയും 9നെയും നമുക്ക് ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ടോ? 2, 3, 5 അങ്ങോട്ടുള്ള നമ്പേഴ്സ് ഒന്നും എന്തായാലും പറ്റില്ല. സോ അങ്ങനെ ഒരു നമ്പർ ഇല്ല. സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതായത് നമ്മൾ എന്താക്കും, രണ്ട് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ വെച്ച് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി ഒരു സ്ഥലത്തുമ്പോൾ നമ്മൾ നിൽക്കും. കാരണം അതിനുശേഷം നമുക്ക് അങ്ങോട്ട് നമ്പേഴ്സ് ഉണ്ടാവില്ല. ഇതിനെ രണ്ടിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പറുകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. സോ HCF എന്താണ്? ഈ 2 into 3 ചെയ്യുക. ഏതൊക്കെ നമ്പേഴ്സ് ആണോ ഇങ്ങനെ ചെയ്തപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആണോ സൈഡിൽ വന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 3 which is equal to 6. സോ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? HCF മാത്രമേ ചോദിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. LCM കൂടെ ചോദിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചത് ചെയ്യുന്നതാണ് നല്ലത് അല്ലെ. കാരണം നമുക്ക് ആ സൈഡിലുള്ള എല്ലാ നമ്പേഴ്സും ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തു പോവാം. ഇതിനെ 1 ആക്കാനും കണ്ടിന്യൂ ചെയ്തു പോവാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കഴിഞ്ഞ മെത്തേഡോ ഈ മെത്തേഡോ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് LCM കാണാം, HCF കാണാം. HCF പെട്ടെന്ന് കാണാൻ ഒറ്റയടിക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു. ഇനി ഇവിടുന്ന് നേരെ കണ്ടിന്യൂ ചെയ്തു. അതായത് 16നെ വീണ്ടും ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് കുറെ നമ്പേഴ്സ് വരല്ലോ. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് LCM കാണാം. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. സോ ഇങ്ങനെയാണ് ഈ 3 മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ കാണിച്ചത് ചെറിയ നമ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കോമൺ ഫാക്ടേഴ്സ് കണ്ടു, കോമൺ മൾട്ടിപ്പിൾസ് കണ്ടു. അങ്ങനെ രണ്ടാമത് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. രണ്ട് നമ്പേഴ്സിനെയും ഡിഫറെന്റ് ആയിട്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് കോമൺ ആയിട്ട് ഏതാ വരുന്നത്, കൂടുതൽ നമ്പറിൽ ഏതാണ് വരുന്നത് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് കോമൺ ഡിവിഷൻ മെത്തേഡിലെ ഇപ്പൊ ഞാൻ 2 നമ്പേഴ്സ് എടുത്തിട്ടുള്ളൂ. മേ ബി 3 നമ്പേഴ്സ് ഒക്കെ വരാം. 3 നമ്പേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ 2 നമ്പേഴ്സ് ബിഗ് നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ ടു ഡു വിത്ത് കോമൺ ഡിവിഷൻ മെത്തേഡ്. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ രണ്ട് നമ്പേഴ്സിനെയും ഡിഫറെന്റ് ആയിട്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യാതെ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് LCMനെയും HCFനെയും ഈ ഒരു കോമൺ ഡിവിഷൻ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 എക്സാമ്പിൾസ് ഞാൻ തരാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 നമ്പേഴ്സിന്റെയും അതായത് 3 പെയേഴ്സ് കേട്ടോ. പെയേഴ്സ് 12, 36. ഫസ്റ്റത്തത് 45, 87, 90. ഇവിടെ 3 നമ്പേഴ്സിന്റെ LCMും HCFും നിങ്ങൾ കാണണം. അതുപോലെ മൂന്നാമത്തതും അങ്ങനെ 3 നമ്പേഴ്സ് വരുന്നുണ്ട്. സോ ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഏതെങ്കിലും മെത്തേഡ് വെച്ച് ഏതാണ് നിങ്ങൾക്ക് ഈസിയർ ആയി തോന്നുന്നത്, ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആയത്, ഏതാണ് ബെറ്റർ എന്നും കൂടെ ഉള്ളത് കമന്റ് സെക്ഷനിൽ മാമിന് എന്തായാലും അറിയിക്കാം. സോ ഇതായിരുന്നു വാട്ട് ഈസ് LCM ആൻഡ് HCF ആൻഡ് ഹൗ ടു ഫൈൻഡ് ഇറ്റ് ഈസിലി. കുറെ എന്താ പറയുക ട്രിക്സ് ഒക്കെ ഉണ്ടാവും LCM HCF കാണാം. പക്ഷെ എപ്പോഴും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എന്താണ് LCM HCF എന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പഠിക്കാം. പിന്നെ നമ്മുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ട്രിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബേസിക്സ് ഉറക്കണ്ടേ. യെസ്, സോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അതായത് 4 സെക്കൻഡ് 5 സെക്കൻഡിലൊക്കെ LCM HCFും കണ്ടെത്താനുള്ള ട്രിക്സ് വേണമെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യാം. സോ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസറും കൂടെ എന്തായാലും ചെയ്തിട്ട് ആരാ നമുക്ക് നോക്കാം എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് ഉത്തരം തരുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.